ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ആയുസ് തന്നു, ആരോഗ്യം തന്നു, എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ സംസാരിക്കുവാനും അതേ സമയത്ത് നമ്മളിൽ പ്രവർത്തിക്കുവാനും കൂടെ ഇടയാകട്ടെ. വചനം കേട്ടത് കൊണ്ട് മാത്രമായില്ല, വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ വരാത്തോടത്തോളം അതിനൊരു ഫലവുമില്ല, ഒരു കാര്യമില്ല, ബുദ്ധിയിലിരിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കേട്ട് നമ്മുടെ കഴിവ് കൊണ്ടല്ല, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ദിവസങ്ങൾ പഠിക്കുന്ന വചനം വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. എഫേസ്യ ലേഖനത്തിൽ കൊളോസ്യ ലേഖനത്തെയും ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും സഭയും, അതായത് ഓരോ വ്യക്തികളും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനങ്ങളാണ് നമ്മൾ ഇപ്പോൾ ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 59th ക്ലാസ് ആണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിൽ യൂട്യൂബിൽ കാണുന്നവർക്ക് ഓർമ്മയ്ക്കായിട്ട് പറയുകയാണ്, സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. എന്നിരിക്കലും ക്രീമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ മിസ്സാവാതെ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് 2 പീറ്ററിനെ ആസ്പദമാക്കിക്കൊണ്ട്, അതായത് ഈ ഒരു വിഷയം ഇടയ്ക്ക് കയറി വന്നത് ചർച്ചിനകത്ത് തെറ്റായ ഒരു ചിന്താഗതി കടന്നു വന്നിരിക്കുന്നത് വൺ ആക്ട് ഓഫ് ഫെയ്ത്തിൽ എവറിത്തിങ് ഡൺ എന്നാണ്. അതായത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ, ഒറ്റ ആക്ഷനിൽ, കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒറ്റ ആക്റ്റിൽ എവറിത്തിങ് ഫുൾഫില്ലായി. അടുത്ത സ്നാനം നടന്നു, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു, ബാക്കി എല്ലാമായി എന്നുള്ള ചിന്താഗതി അതൊരു പഴഞ്ചൊല്ല് പോലെ ക്രിസ്തീയ ഗോളത്തിൽ വന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്നാ രക്ഷ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചില ക്ലാസ്സുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു അറ്റോൺമെൻ്റ് എന്നാണ്, പിതാവിൻ്റെയും പുത്രനായ ദൈവം തമ്മിലുള്ളൊരു കവനൻ്റാണ് അത്. അവനെ മരിച്ചോണ്ടിരുന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അത് ഫുൾഫില്ലായി എന്ന് കാണിച്ചു. അതേപോലെ തന്നെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത മറ്റു കവനൻ്റുകളാണ്, മറ്റു കണ്ടീഷൻസാണ് താഴെ പറയുന്നത്. റിപ്പൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതും തോട്ടത്തിൽ വെച്ച് നമുക്ക് സംഭവിച്ചു പോയത് നമ്മുടെ സെൽഫിൻ്റെ സാറ്റിസ്ഫാക്ഷനായിരുന്നു. അതിനെ നേരെ മാറ്റിക്കൊണ്ട് ആ സെൽഫിനെ ക്രൂസിഫൈ ചെയ്തുകൊണ്ട് ക്രിസ്തു നമ്മളിൽ വാണ് ദൈവ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമുക്കൊരു ചേഞ്ച് ഉണ്ടാകുക. നമ്മളിൽ അടിസ്ഥാനമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻറ്റേർണൽ ഫാക്കാലിറ്റീസിനും അല്ലെങ്കിൽ അടിസ്ഥാന പ്രാണനും ആത്മാവിലെ യാതൊരു ഘടകങ്ങൾക്കും ഒരു വിധത്തിലുമുള്ള പുതിയ സൃഷ്ടിപ്പ് നടക്കുന്നില്ല. പുതുമനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമെന്ന് പറയുന്നത് ഇന്നാക്റ്റീവായിരുന്നു നമ്മുടെ ഇൻറ്റേർണൽ ഫാക്കാലിറ്റീസ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആന്തരിക ഘടകങ്ങൾക്ക് പുനർജനനം, മരിച്ച അവസ്ഥയിൽ നിന്ന് വീണ്ടും ആക്റ്റീവായി ജീവിക്കുന്ന അവസ്ഥ, അത് ക്രിസ്തു മുഖാന്തരം അല്ലെങ്കിൽ ക്രിസ്തു എന്ന ബീജം അല്ലെങ്കിൽ ക്രിസ്തു തന്നെ നമ്മളെ കടന്നു വന്നത് കൊണ്ടാണ്. സ്തോത്രം. അപ്പോൾ നടക്കുന്നതാണ് വീണ്ടും ജനനം അല്ലെങ്കിൽ റീജനറേഷൻ എന്ന് പറയുന്നത്. അതിനാവശ്യമായത് നമ്മുടെ സെൽഫിനെ ഡിനൈ ചെയ്യണം. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്താത്തോടത്തോളം നമ്മളിലായിരിക്കുന്ന ഒരു ഓരോരോ പെർട്ടിക്കുലർ റിലേഷനിലും നമ്മളുള്ള സെൽഫിൻ്റെ ആഴം എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തോടത്തോളം നമുക്കതിനെ ഡിലേ ചെയ്യാൻ സാധ്യമല്ല. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഡ്യൂട്ടി. പാപത്തെക്കുറിച്ചുള്ള വിഷയത്തിൽ പറയുകയാണെങ്കിൽ അവൻ വന്ന് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്താത്തോടത്തോളം നമ്മൾ പാപത്തെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. പാപം എന്ന ശക്തിയെ കാറ്ററിങ് ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന് എന്താണ് പാപം, എന്താണ് പാപപ്രവൃത്തി, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, ശിക്ഷാവിധികൾ എന്താണ് നമ്മുടെ സോളിൽ ഡയറക്റ്റ് വെളിപ്പെടുത്തിയപ്പോൾ അനുഭവമുള്ളവരെയാണ് ഞാൻ വീണ്ടും ഞാൻ പ്രാപിച്ചവരുടെ മനസ്സിലാക്കുന്നത്. അനുഭവമില്ലാത്തൊരു നോളജിൽ കേട്ടത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അനുഭവമില്ലാത്തവരുടെ ദൈവത്തോട് സമർപ്പിക്കുക, കർത്താവേ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം വേണം. അപ്പോഴാണ് നാം പൂർണ്ണമായിട്ട് പാപത്തെ ത്യജിക്കുന്നത്. അത് ത്യജിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ റീപ്ലേസ് അല്ലെങ്കിൽ അതിന് പരിഹാരമായി തീർന്ന ക്രിസ്തുവിനെ അവിടെ റീപ്ലേസ് ചെയ്യണം. ഒത്തിരി പേര് പാപത്തെ വെറുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാനും ആഗ്രഹിക്കുക. അത് കഴിഞ്ഞിട്ടും ക്രിസ്തുവിനെ അനുസരിക്കുന്നില്ല. നമ്മളൊരു ഇമാജിനേഷൻ, ഒരു തിയറി, ഒരു ഡോക്ട്രിൻ അല്ല ഉള്ളിൽ സ്വീകരിച്ചത്. ഒരു പേഴ്സണെയാണ്, ഒരു വ്യക്തിത്വമാണ്. ഉയർത്തെഴുന്നേറ്റ് മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്ന സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരമുള്ളവനായി, നമ്മെ ന്യായം വിധിക്കാൻ അധികാരമുള്ളവനായി, നമ്മുടെ രക്ഷിതാവും സ്നേഹിതനും അനേക റിലേഷൻസും ഉണ്ട്. അങ്ങനെയായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ചിരിക്കുന്നത്. അത് എന്തിനാണ്? ഡിവൈൻ ലോ അനുസരിച്ചുകൊണ്ട് നമ്മൾ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരായി തീരത്തക്കോണം നമ്മെ വളർത്തിക്കൊണ്ടുവരുവാൻ.
നമ്മളിതൊക്കെ ചിന്തിച്ചതാണെങ്കിൽ ഞാൻ ജസ്റ്റ് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. എന്നെ അയച്ച പിതാവിനെ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. എൻ്റെ അടുക്കൽ വന്നവൻ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കണം. ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാവുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളെ വിശുദ്ധീകരിക്കണം, നമ്മളെ സെപ്പറേറ്റ് ചെയ്യണം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കണം. അതിനെ പറയുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള വിശ്വാസത്തിലാണ്. ഇതിനെക്കുറിച്ച് ഞാൻ അനേക ക്ലാസ്സുകൾ പറഞ്ഞതാണ്. ഫെയ്ത്ത് എന്നുള്ളത് ഇന്ന് ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രപരമായ കാര്യങ്ങൾ ഒരു വിശ്വാസമായിട്ടാണ് അനേകർ കൊണ്ട് നടക്കുന്നത്. അതല്ല, അത് ആവശ്യമാണ്. കാരണം ക്രിസ്തു എന്ന വ്യക്തിയെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിപ്പാൻ ആ നോളജ് ആവശ്യമാണ്. ആ നോളജിൽ കൂടെ ക്രിസ്തു ആരാണെന്നും നാം ആരുമാണെന്നും നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൂടാതെ സാധ്യമല്ല, ക്രിസ്തുവിനെ കൂടാതെ ദൈവേഷ്ടം നമുക്ക് ചെയ്യുവാൻ സാധ്യമല്ല, ക്രിസ്തുവിനെ കൂടാതെ ഡിവൈൻ ലോ അനുസരിപ്പം നമുക്ക് സാധ്യമല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരും. അങ്ങനെയാണ് നമ്മൾ പേഴ്സണൽ റിലേഷനിലേക്ക് ഡെവലപ്പായി വരുന്നത്. അങ്ങനെ ഓരോരോ റിലേഷനിലും ക്രിസ്തു തന്നെ നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ. അത് നമ്മൾ 1 Corinthians chapter 1:30 നമ്മൾ പഠിച്ചതാണ്. അവൻ തന്നെ നമ്മുടെ ജ്ഞാനം, നമ്മുടെ ശുദ്ധീകരണം, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ തേജസ്സുമാണ്. ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഇത് നമ്മൾ വ്യക്തിപരം മനസ്സിലാക്കി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അനുഭവത്തിൽ കൂടെ വളർന്നു വരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളിൽ വസിക്കുന്ന, നമ്മളിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ. അപ്പോൾ ഈ വിശ്വാസത്തെ നാം വീണ്ടും ജനം പ്രാപിച്ച് ജീവിക്കുകയാണ്. ജീവിച്ചിരുന്നിട്ട് പിന്നെ തുടർന്ന് വിശ്വാസം പുലർത്തണം, കണ്ടിന്യൂ ചെയ്യണം. അതിനെയാണ് പെർസീവറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്നവൻ, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. മരണം അടുത്തു വന്നാലും ആ മരണത്തെ ജയിച്ചവൻ നമ്മിൽ വസിച്ചുകൊണ്ട് തൻ്റെ പുനരുദ്ധാന ശക്തി നമ്മളിൽ കൂടെ വെളിപ്പെടുത്തി മരണത്തെ ജയിപ്പാൻ നമ്മളെ സഹായിക്കും. ഇത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനിതെല്ലാം അനുഭവിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതിന് നല്ലൊരു എക്സ്പ്ലനേഷനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. 2 Peter വേഴ്സ് 1 തുടങ്ങി നമ്മൾ ചിന്തിക്കുകയായിരുന്നു. വേഴ്സ് 10 വരേക്കും അത് നമ്മൾ ചിന്തിച്ചു. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, എൻഡ്യൂറൻസ്, സ്റ്റെഡ്ഫാസ്റ്റ്നെസ് അല്ലെങ്കിൽ പേഷ്യൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് കിടക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷനുള്ള വിശ്വാസം. നമ്മൾ ഓരോ ആക്ടിവിറ്റിയിലും, മെറ്റീരിയലാകട്ടെ, ഫിസിക്കലാകട്ടെ, സ്പിരിച്വലാകട്ടെ, ഏതൊരു ആക്ടിവിറ്റിയിലും ആ ആക്ടിവിറ്റി ചെയ്യുവാൻ ശ്രേഷ്ഠമായ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന, അതിനാവശ്യമായ ബലം തന്ന്, ജ്ഞാനം തന്ന്. അതാണ് പറഞ്ഞത്, ക്രിസ്തു തന്നെ നമ്മുടെ ജ്ഞാനം, ക്രിസ്തു തന്നെ നമ്മുടെ ബലം. ഹിംസെൽഫ് ഈസ് അവർ പവർ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായതാണ്. ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ വിശ്വാസത്തോട് വീര്യം എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ എനർജി, ക്രിസ്തു നമ്മളിൽ വസിച്ച് തൻ്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ നടത്തുന്നത്. അതിനെങ്ങനെ നാമും അവനുമായിട്ടൊരു പേഴ്സണൽ ബന്ധം വേണം. വചനം അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ആ വചനം നമ്മൾ ജീവിച്ച് വിശ്വാസമായി പരിണമിക്കുമ്പോഴാണ് ശക്തിയായിട്ട് വെളിപ്പെടുന്നത്. ഇപ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലത്രേ. ശക്തിയല്ല, ക്രിസ്തു തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ വലിപ്പം, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. എഫേസ്യ ലേഖനം അവസാനം വരുമ്പോൾ 6th chapter verse 12 എന്താ പറയുന്നത്? ഒടുവിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. എന്നാൽ മാത്രമേ നമുക്ക് ദുഷ്ടാത്മ ലോകമായിട്ട് ഫൈറ്റ് ചെയ്ത് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും ജന്മം പ്രാപിച്ച ഏതൊരു വ്യക്തിക്കും ആത്മീക യുദ്ധമുണ്ട്. അത് പാസ്റ്റർമാർക്ക് വേണ്ടി, അതിനുവേണ്ടി പ്രത്യേക ആൾക്കാരൊന്നുമില്ല, അതിനുവേണ്ടി പ്രത്യേക കൃപാവരങ്ങളില്ല. ഏതൊരു വ്യക്തിക്കും ആത്മീയ യുദ്ധങ്ങളുണ്ട്. നാം ഒരുക്കപ്പെടാത്തത് കൊണ്ട് ദൈവത്തെ പരിശുദ്ധാത്മാവിന് നമ്മളെ ആ യുദ്ധകളത്തിലേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ശബ്ദം കേൾക്കുന്നവരൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ വാർഫെയറിൽ ജയം പ്രാപിച്ചവർ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നും കേൾക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡിഗ്രി ഓരോരുത്തർക്കും കർത്താവ് ഡിഫറെൻ്റ് രീതിയിലാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് മറ്റൊരാളെ കോപ്പി ചെയ്യാനോ മറ്റൊരാൾ ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോ, ഓരോരുത്തരെയും കർത്താവ് നടത്തുന്നതിനനുസരിച്ച്
മറ്റൊരാൾ ഒരിക്കലും കോപ്പി ചെയ്യാതിരിക്കുക, എന്നെയും കോപ്പി ചെയ്യാതിരിക്കുക. കർത്താവ് നീ എന്നെ നടത്തുന്നത്, ഞങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് തന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഉപദേശം സ്ഥാപിക്കുന്നതൊക്കെ കൊണ്ട് നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. നിങ്ങളെ നടത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതേ സമയത്ത് തന്നെ ഉപദേഷ്ടാക്കന്മാരെയും പരിശുദ്ധാത്മാവ് നിയോഗിച്ചിട്ടുണ്ട്. കർത്താവ് നേരിട്ട് തന്നിരിക്കുന്ന ശുശ്രൂഷകളാണ് അതൊക്കെ. അതിൽ കൂടെ നമ്മളെ പ്രബോധിപ്പിക്കുകയും ഉപദേശിക്കുകയും ആവശ്യം വന്നാൽ ശാസിക്കുകയും തർജ്ജനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്തൊരു കാര്യം നാം ചിന്തിക്കുന്നത്, വിശ്വാസത്താൽ വീര്യം വന്നു, വീര്യത്താൽ പരിജ്ഞാനം, പരിജ്ഞാനത്താൽ ഇന്ദ്രിയജയം. ഇന്ദ്രിയജയത്തെ കുറിച്ചുകൊണ്ട് ഞാൻ 2 ക്ലാസ്സുകൾ. ബൈ എക്സസൈസിങ് സെൽഫ് കൺട്രോൾ then we will get steadfastness. ഈ സെൽഫ് കൺട്രോളാണ് അനേക വിശുദ്ധന്മാര് തകർന്നു പോകുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ചിന്തിച്ചാൽ മോഹം ജനിക്കും. മോഹം ജനിച്ചാൽ എന്താ? പാപം പെരുകും. പാപം പ്രസവിച്ച് മരണമായിരിക്കും വരുന്നത്. ഇതല്ലേ ഏദൻ തോട്ടത്തിൽ നടന്നത്. ഇതിനുള്ള ഇൻഫ്ലുവൻസുകൾ നമ്മളിൽ തന്നെ ജഡത്തിലുണ്ട്, ഈ ലോകത്തിലുണ്ട്, ദുഷ്ടാത്മസേനയിലുണ്ട്. നമ്മുടെ മൈൻഡിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നമ്മുടെ പ്രാണൻ ഓപ്പൺ ആണ്, നമ്മുടെ മൈൻഡ് ഓപ്പൺ ആണ്. അത് വരുന്നതിന് നമുക്ക് നിയന്ത്രണമില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ, അത്തരം ആലോചനകൾ ചിന്തകൾ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥ നമ്മളിലുണ്ട്. നമ്മളെ സഹായിപ്പാനാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. അതിന് അന്യഭാഷ പറയണമെന്ന് നിർബന്ധമില്ല. നീ ശബ്ദം കേൾക്ക്, ഏവരും അത് ജയിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. എന്നാൽ നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ഫെയിലിയർ ഉണ്ടാവാം. അതിനാണ് ക്രിസ്തു നമുക്ക് മീഡിയേറ്റർ ആയിട്ടിരിക്കുന്നത്. നമ്മുടെ മീഡിയേറ്ററായിട്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനായിട്ട്. കാരണം നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നതാണ്. ഹല്ലേലൂയ. അപ്പോൾ അടുത്തൊരു കാര്യം, ഈ വിശ്വാസത്തോടെ വീര്യത്തോടെ പരിജ്ഞാനത്തോടെ ഇന്ദ്രിയം കിട്ടിയതിന് ശേഷം, by exercising the self control then we will get the steadfastness, അല്ലെങ്കിൽ endurance, അല്ലെങ്കിൽ സ്ഥിരത. ഇവിടെ വന്നിട്ട് പിന്നെ വീണ് പോയാൽ, അല്ലെങ്കിൽ പുറകോട്ട് പോയാൽ, പിന്നെ രണ്ടാമതൊന്ന് മുന്നോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അനേക വിശുദ്ധന്മാർ വീണത് ഈ സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടതിലാണ്. സെൽഫ് കൺട്രോൾ നിങ്ങൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ മോഹങ്ങളും ജഡത്തിൻ്റെ മോഹങ്ങളും മാത്രമാണ് ചിന്തിച്ചു പോകും. സ്ഥാനമാനങ്ങൾ, ആത്മാക്കളെ നേടുന്ന ആവശ്യകത തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥിരത കളഞ്ഞിട്ട് ആത്മാക്കളെ നേടാൻ കർത്താവ് ഒരിക്കലും പറയുന്നില്ല. അതാണ് ഈ സ്റ്റെപ്പുകൾ. ശത്രു ഈ കാര്യത്തിലേക്ക് വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുന്ന വലിയ ഇഷ്ടമുള്ളവനാ. ആളെ പെരുപ്പിക്കുന്നതിൽ സ്ഥാനപ്പെടുത്തുമല്ലോ, വലിയ ആൾക്കൂട്ടം ഉണ്ടാക്കുന്നതിലേക്ക് വലിയ സന്തോഷമുള്ളവന്. അവൻ തന്നെ ആൾക്കാരെ കൊണ്ടുതരും. പക്ഷെ സത്യപ്രകാരം ക്രിസ്തു ഒരുവന് വളർന്നു വരുമ്പോഴാണ് അവൻ കണ്ടുവെക്കുന്നത്. നിലം തൊടാതെ വേണം. ഊണിലാലും ചിലപ്പോൾ ഉറക്കത്തിലായി പോലും നമ്മളെ ഉപദ്രവിക്കാൻ നോക്കും. പക്ഷെ അവിടെയൊക്കെ നമ്മെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായകനായിട്ട്, ഡിവൈൻ ലോയ്ക്ക് അനുസൃതമായിട്ട് നമ്മെ സഹായിപ്പാൻ, നമ്മുടെ ഏതൊരു ബലഹീനതയും കവിഞ്ഞു വരുന്ന വിധത്തിലുള്ള സഹായം തരുവാൻ ക്രിസ്തുവിനെ പ്രധാന ശക്തിയെ തന്നെ നമ്മൾ വെളിപ്പെടുത്തുവാൻ തയ്യാറാണ്. എപ്പോഴും 24/7. അപ്പോൾ സ്ഥിരത നമുക്ക് കിട്ടണമെങ്കിൽ ഈ സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയത്തിന് നമ്മൾ തുടർന്ന് തന്നെ പോകണം. എന്ത് കണ്ടാലും അതിനെ കയറി മോഹിക്കാതെ, എന്ത് കേട്ടാലും അതിനെ കയറി പിടിക്കാതെ, കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസം. ഒന്ന് അല്പം ചിന്തിക്കുക, കർത്താവ് വിഷയം എങ്ങനെയാണ്, നിന്റെ ഹിതം വേണ്ടി നടക്കണം. നമ്മളെ പ്രാക്ടിക്കലായിട്ട് കർത്താവ് പഠിപ്പിക്കുക. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലോ നമ്മുടെ ഡേ ബൈ ഡേ ലൈഫിൽ നമുക്ക് പഠിപ്പിച്ചു തരും. നമുക്ക് മനസ്സിലാകാത്ത വിധത്തിലോ അതിനുവേണ്ടി പ്രത്യേക ഡിഗ്രിയോ ഹീബ്രോ ഗ്രീക്കോ മറ്റോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. കർത്താവ് നീ എന്നെ പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ കണ്ടീഷൻസ് അറിയാം, നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് അറിയാം, നമ്മുടെ പ്രവൃത്തി മണ്ഡലം അറിയാം. ഏതെല്ലാം വിധത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്നോ അതെല്ലാം എടുത്തുപയോഗിക്കാം. ബലിയാമിനെ കഴുതയെ കൊണ്ടാണ് ബുദ്ധി ബ്രഹ്മ മാറ്റിയെടുത്തത്. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോയി ഇപ്പൊ സ്ഥിരത കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇന്ദ്രിയജയം കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഫെയ്ത്ത് ട്രൂ ഫെയ്ത്ത് അല്ല. സെക്കൻഡ് ജനറേഷൻ തിമോത്തിയോസിനോട് പൗലോസ് പഠിപ്പിക്കുന്നത് എന്താ? എഫെസോസിൽ താമസിക്കണമെന്ന് പറഞ്ഞിട്ട് പറയാണ്, ആജ്ഞയുടെ ഉദ്ദേശമോ
ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം. അപ്പോൾ പോളിന്റെ കാലത്ത് തന്നെ വ്യാജ വിശ്വാസമുണ്ട്, നിർവ്യാജ വിശ്വാസമുണ്ട്. നിർവ്യാജ വിശ്വാസം ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഇന്ന് സ്നേഹം മതി എന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരം കാണിക്കുന്ന കരിസ്മാറ്റിക് ഗ്രൂപ്പ് കാത്തലിക് പെരുകിയിരിക്കുകയാണ്. സ്നേഹമതി, ഇതിന്റെ അവസാനം അത് തന്നെയാണ്. ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ for as these qualities are yours and increasingly abound in you, they will keep you from being idle or unfruitful unto the full personal knowledge of our Lord Jesus Christ the Messiah. അപ്പൊ ഇന്ന് നമ്മൾ സ്ലോ ഗ്രോത്തിൽ പോയി മുന്നോട്ട് പോയി ക്രിസ്തുവിനെ പേഴ്സണലായിട്ട് അനുഭവിച്ചറിയണം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കറിയാൻ സാധിക്കും, ബൈബിൾ ഓഫർ ചെയ്യുന്നത് അവന് തുല്യമായ ഗ്ലോറി പ്രാപിപ്പാൻ, അവന് തുല്യമായിട്ടുള്ള ഗ്ലോറി പ്രാപിപ്പാൻ ഫ്രീ ഓഫർ ബൈബിളിൽ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബലഹീനത നമുക്ക് പലപ്പോഴും നമ്മൾ വഴുതി പോകുന്നത് കൊണ്ടും നമ്മുടെ ഈ ഡിപ്രൈവ്ഡ് നേച്ചറിൽ വീണ് പോയിരിക്കുന്ന നമ്മുടെ നേച്ചർ നമ്മളെ വീണ്ടും ജഡം പ്രാപിച്ചുവെങ്കിലും നമ്മളിൽ ജഡമുള്ളത് കൊണ്ട് പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. പരിശുദ്ധാത്മ എത്ര പൂർണ്ണമായി നമ്മളെടുത്ത് ഉപയോഗിച്ചാൽ തന്നെയും നമ്മുടെ ബലഹീനതകൾ കൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല. പക്ഷേ സാധിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അതാണ് നമ്മൾ കൊളോഷ്യൻസ് ചാപ്റ്റർ 1:28 കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നതാണ്. ഹല്ലേലൂയ. സകലത്തിലും അവരെ നിറവിലേക്ക് കൊണ്ടുവരിക, ക്രിസ്തു എന്ന് തലയോളം വളർത്തുക. എഫേസ്യൻസിൽ ഹല്ലേലൂയ. അപ്പോൾ ഈ സ്റ്റെപ്പായിട്ട് പോകുന്നതിൽ എവിടെയെങ്കിലും ലാക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഫെയ്ത്തിൻ്റെ എക്സസൈസ് ശരിയാകുന്നില്ല. ടെംപ്ടേഷൻസ്, ട്രയൽ വരുമ്പോൾ ഞാൻ ക്രിസ്തുവിലല്ല ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ സ്വയത്തിൽ ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഫെയിലാകുന്നു. നിങ്ങൾ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ, ഒരുപക്ഷെ കിച്ചണിലായിരിക്കാം, നിങ്ങളുടെ ഓഫീസിലായിരിക്കാം, നിങ്ങൾ എവിടെ പ്രവൃത്തി മണ്ഡലത്തിലും നിങ്ങൾ ക്രിസ്തുവിനല്ലാതെ ആശ്രയിച്ച് നിങ്ങളുടെ ബുദ്ധിയിലോ പേഴ്സണൽ എക്സ്പീരിയൻസിലോ പ്രീവിയസ് എക്സ്പീരിയൻസിലോ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഫെയിലായിട്ട് അതിനേക്കാൾ ഈസി ആയിട്ടുള്ള മാർഗം, അതിനേക്കാൾ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന മാർഗം കർത്താവ് നിങ്ങളെ പഠിപ്പിച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും, ക്രൈസ്റ്റ് ഈസ് യുവർ വിസ്ഡം. നിങ്ങൾക്ക് തന്നെ പൂർണ്ണമായി സമ്മതിക്കും, എൻ്റെ കർത്താവ് എന്നേക്കാൾ നീ എത്രയോ ജ്ഞാനം, എത്രയോ ജ്ഞാനിയാണ്, ഞാൻ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയും. നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നുന്ന വിഷയം, നമുക്കറിയുന്ന വിഷയം തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫെയിലാവും. അപ്പോൾ കർത്താവ് പറഞ്ഞിരുന്നു, നോക്ക്, ഞാൻ നിന്റെ ജ്ഞാനമായിരിക്കുമ്പോൾ നീ നിന്റെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ. എന്നാൽ ബുദ്ധി വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ബുദ്ധി വേണം, അത് കർത്താവ് എടുത്ത് കൈകാര്യം ചെയ്യാമെന്നൊക്കെ വേണം അവരേൽപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഫെയ്ത്താണ് ക്രിസ്തുവിലുള്ള ആശ്രയം. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലുള്ള ആശ്രയം. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവരായി നമ്മെ വീണ്ടെടുത്ത് തന്നെ അയച്ച പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്കവണ്ണം നമ്മളെ പണിതുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിലുള്ള ആശ്രയത്തെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അവനിൽ ഒന്നിനും കുറവില്ല. പക്ഷെ നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ സെൽഫിൻ്റെ ഡിസയേഴ്സ് പലപ്പോഴും അത് ഈൽഡ് ചെയ്യുന്നില്ല. ഭയമാണ്, ദീർഘക്ഷമയില്ല, സ്ഥിരതയില്ല. കാരണം അതാണ് നമ്മുടെ സ്വഭാവം, അതാണ് നമ്മുടെ പരിശുദ്ധാത്മാവില്ലാത്ത നമ്മുടെ നേച്ചർ. അതിനെയാണ് ഫ്ലഷ് എന്ന് പറയുന്നത്. അതിനെ ക്രൂശിച്ചിട്ട് ദീർഘക്ഷമയോട് കർത്താവ് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ സാരമെന്ന് തോന്നുന്ന വിഷയത്തിൽ പോലും കർത്താവ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് നിന്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയുള്ള ക്രിസ്തീയ ജയ ജീവിതം പ്രാപിക്കാൻ സാധിക്കും. എന്നാൽ പ്രശ്നങ്ങളുണ്ടാവില്ലെന്നല്ല, വളരെ പ്രശ്നങ്ങളുണ്ടാവും, വളരെ പോരുകളുണ്ടാവും. ശത്രുവായും പല രീതിയിലും വഞ്ചിക്കാൻ നോക്കും, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവിടെയൊക്കെയും അതിന് ഓവർകം ചെയ്യത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്യുന്നതന സർവശക്തിയുള്ള ദൈവമായ കർത്താവാണ്. നമ്മുടെ ഫ്ലഷിനോട് കമ്പയർ ചെയ്യാനുള്ളതൊന്നല്ല. അപ്പം നമ്മൾ സഹായിക്കും. അപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്
വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത. ഇതിൽ നമ്മൾ ഗ്രോത്ത് ഇല്ല. ഇതിനെയാണ് നമ്മൾ കൃപയാലുള്ള വളർച്ച എന്ന് പറയുന്നത്, ഗ്രോത്ത് ഇൻ ഗ്രേസ് എന്ന് പറയുന്നത്. ഇതില് വളർച്ച പ്രാപിക്കുന്നില്ലെങ്കിൽ സംവെയർ ഇസ് റോങ്. നമ്മൾ കണ്ടില്ലേ, കുഞ്ഞുങ്ങൾ പാല് കുടിച്ചിട്ട് ഈ ശരിയായ ഗ്രോത്ത് ഇല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യൻസ് കിട്ടുന്നില്ല. വയസ്സ് 1, 2, 3, 4, 5 ആണെങ്കിലും അതിന് ആവശ്യമായിട്ടുള്ള ഫിസിക്കലായിട്ടോ മെന്റലായിട്ടുള്ള ഗ്രോത്ത് കിട്ടുന്നില്ലെങ്കിൽ അർത്ഥം there is some deficiency. ഇതിനാണ് ഞങ്ങളെ പോലെയുള്ളവരെ കർത്താവ് വെച്ചിരിക്കുന്നത്. ആത്മാവിൽ ധ്യാനിച്ച്, നിങ്ങൾക്ക് വേണ്ടി ജാഗരിച്ച്, കർത്താവ് പറഞ്ഞൊരു ഈ വ്യക്തിയിൽ ഇങ്ങനെയാണ്. ഇതൊക്കെ പഠിപ്പിക്കാൻ അനേക മാർഗങ്ങളുണ്ട്. അനേക മാർഗങ്ങളിൽ കൂടെ പഠിപ്പിച്ച്, അത്രയും വിലയേറിയ ആത്മാക്കളാണ് ഓരോ മനുഷ്യൻ്റെ ആത്മാവും. ഓരോ മനുഷ്യൻ്റെ ആത്മാവ് ഈസ് ഈക്വൽ ടു ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അത്രമാത്രം വിലയുള്ളതാണ്. ശുശ്രൂഷകന്മാർക്ക് എടുത്ത് പന്ത് കളിക്കാനുള്ളതല്ല. എനിക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ ഗ്രോത്തിലെത്തി നമുക്ക് എവിടെയെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് തന്നെ ചെക്ക് ചെയ്യാം, ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്നോ ഇല്ലയോ. 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 13 ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന വാക്യമാണ്, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിപ്പിൻ. ഒരു കമാൻഡായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ഈ ഗ്രോത്ത് നമ്മളിൽ ഉണ്ടോ ഇല്ലയോ, ഞാൻ കൃപയിൽ വളരുന്നുണ്ടോ ഇല്ലയോ. എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ ഗ്രേസ് ഓൺലി. കൃപയാണ്. അവിടെ നമ്മളിലുള്ള സെൽഫിനെ ഡിനൈ ചെയ്യാൻ ആണ് നമുക്ക് പ്രയാസമുണ്ടാവുന്നത്. നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നതിന് മതി. നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന നമ്മളിലുള്ള സെൽഫ് ഡിസയർ എത്ര ഡിഗ്രി വരെയുണ്ടോ, കർത്താവ് നീ അത് വെളിപ്പെടുത്തി തരാണെങ്കിൽ ഞാനത് ഉപേക്ഷിക്കാം. അതാണ് സങ്കീർത്തനക്കാരൻ 139 പറയുന്നത്, മറിഞ്ഞിരിക്കുന്ന തെറ്റുകൾ പോക്കി എന്നെ രക്ഷിക്കണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ നോക്കി നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ആ വ്യസനത്തിലുള്ള മാർഗം നമുക്ക് അറിയുന്നതല്ല. അറിയുന്നതാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. തൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്തോണ കണ്ണുകൊണ്ട് നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാകാത്തതുമായിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ രഹസ്യമായ കാര്യം, അത് പക്ഷേ വ്യസനത്തിലുള്ള മാർഗമാണോ എന്ന് കർത്താവ് നിന്റെ കണ്ണുകൊണ്ട് നോക്കി എനിക്കത് മനസ്സിലാകാതെ പറ്റുന്ന വെളിപ്പെടുത്തി തന്നാൽ ഐ എം റെഡി ടു ഡിനൈ ദാറ്റ്, ഐ എം റെഡി ടു റിനൗൺസ് ദാറ്റ്. എന്നേക്കുമായി ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് സ്വഭാവം ഒരു ഹൃദയത്തിൽ ഒരു സമർപ്പണമുണ്ടെങ്കിലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പൂർണ്ണമായിട്ടും ഓരോ റിലേഷനിലും ശുദ്ധീകരിക്കാൻ പറ്റും. അല്ല, എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പിടിച്ചു വയ്ക്കും, എനിക്കത് വിട്ടുകളയാൻ ഭയമാണ്. അത് വിട്ടുകളഞ്ഞാൽ ഞാൻ എങ്ങനെ നിലനിൽക്കും? ചത്തുപോകുകയോ? എന്തു സംഭവിക്കും? നിന്റെ കർത്താവ് നിനക്ക് പകരമായി മരിച്ചവനാ. ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ അധികാരമുള്ളവനാണ്. അതിനുറയ്ക്കുക. അപ്പം ഈ ഗ്രോത്തിൽ എവിടെയെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഫെയ്ത്ത് ചെക്ക് ചെയ്യുക. ഞാൻ ആശ്രയിക്കുന്നത് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൽ തന്നെയാണോ? ഞാൻ ആശ്രയിക്കുന്ന സമയത്ത് എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന സെൽഫിനെ ഞാൻ ഡിനൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഞാൻ ആശ്രയിക്കുന്നത് കറക്റ്റാ, പക്ഷെ എൻ്റെ സെൽഫ് എനിക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഞാൻ അതിന് ഡിനൈ ചെയ്യുന്നില്ല എങ്കിൽ ഗ്രോത്ത് ഉണ്ടാകില്ല. ക്രിസ്തുവിനെയാണ് ഭക്ഷിക്കേണ്ടത്, മന്നയാണ് ഭക്ഷിക്കേണ്ടത്. മന്ന ഭക്ഷിക്കുന്ന രീതികളെ കുറിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരുന്നു, ദ ഹാർഡ് സെയിംസ് ഓഫ് ദ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഈ മന്ന ഭക്ഷിക്കുന്ന കാര്യത്തെ കുറിച്ചുകൊണ്ട് ജോൺ ചാപ്റ്റർ 6 പറഞ്ഞിരിക്കുന്നത്? അത് പറഞ്ഞുകൊണ്ട് കത്തോലിക്കർ ഇന്ന് എന്താ ഓസ്തി എടുത്ത് വാഴ്ത്തുമ്പോൾ സ്വർഗത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനെ, യേശുവിനെ വീണ്ടും ആ അപ്പത്തിലേക്ക് ആവാഹിക്കുകയാണ്. മന്ത്രവാദികൾ ചെയ്യുന്ന പരിപാടി ആവാഹിച്ച് വീണ്ടും ബലി നടത്തുകയാണ്, വീണ്ടും ഒരു സാക്രിഫൈസ് നടത്തും. അതുകൊണ്ടാണ് ദിവ്യ ബലി എന്ന് പേരിട്ടിരിക്കുന്നത്. എന്തുമാത്രം ഫൂളിഷ്നെസ് ആണ് നോക്കുക. എത്ര പ്രാവശ്യം ക്രൂശിക്കുന്നത്, എത്ര പ്രാവശ്യം അവനെ വായിക്കുന്നത്. ഇതുപോലും മനസ്സിലാക്കാൻ കാരണം എന്താ പറയുക? ആത്മാവില്ല. ബുദ്ധിയിൽ ചിന്തിച്ചു പോയി, പിന്നെ കയറി ദുഷ്ടം ഭരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ മന്ന ഭക്ഷിക്കുക എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിനെ ഭക്ഷിക്കുക. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് വേണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടാം. ഹാർഡ് സെയിംസ് ഓഫ് ദ ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച്
എപ്പിസോഡ്സ് ഉണ്ട്. അതിനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും എന്താണ് ഈ മന്ന ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഗ്രോത്ത് കിട്ടണമെങ്കിൽ നാം മന്ന ഭക്ഷിക്കണം. കുഞ്ഞുങ്ങൾ ജയിച്ച് വളർന്നു വരണമെങ്കിൽ അതാത് പ്രായത്തിനനുസരിച്ചുള്ള ഫുഡ് കൊടുക്കുന്നു അല്ലേ. ആദ്യം ലിക്വിഡ് ഫുഡ് കൊടുക്കുന്നു, പിന്നെ കുറച്ചും കൂടിയും ആ ലിക്വിഡ് ഫുഡിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടി സോളിഡ് ഫുഡ് ആക്കി കൊണ്ടുവരുന്നു. പിന്നീട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർ ചൂസ് ചെയ്യാൻ തുടങ്ങും ഏത് വേണം ഇഷ്ടപ്പെടാം, പിന്നെ തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങും. ഇതെല്ലാം ദൈവം നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്, പ്രിൻസിപ്പിളാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രാണന്റെ വിഷയം. അറിവ് സമ്പാദിക്കുക. ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതുവരെയും കാണാത്ത പല കാര്യങ്ങളും കാണാണ്. ഹോസ്പിറ്റലാണ് ഡെലിവറി നടക്കുന്നെങ്കിൽ കുറേ ആൾക്കാർ കാണുന്നു, വെളിച്ചങ്ങൾ കാണുന്നു, എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ അറിയാനുള്ളൊരു വാഞ്ച, വളരെയധികം വാഞ്ചകൾ അതിൻ്റെ സോളിലേക്ക് പെട്ടെന്ന് കടന്നു വരും. അങ്ങനെ അത് അറിഞ്ഞ് ഓരോരോ കാര്യങ്ങൾ അറിഞ്ഞ് ഈ ലോകത്തിൽ സകല നോളേജ് സമ്പാദിച്ചാലും പിന്നെ അത് റിസർച്ചുകൾ ചെയ്യാൻ തുടങ്ങും. ഈ ഒരു പ്രിൻസിപ്പിളും ദൈവം വെച്ചിരിക്കുന്നതാണ്. അതിനിടയ്ക്ക് ഏതെങ്കിലും നോളജ് തെറ്റായി ഗ്രഹിച്ചാൽ എന്താവും? അത് തലതെറിച്ചു പോകും. ഇതേപോലെയാണ് ശരീരത്തിൻ്റെ പ്രവൃത്തി ദൈവം വെച്ചിരിക്കുന്നത്. ആദ്യം ലിക്വിഡ് ഫുഡുകൾ കൊടുക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ സോളിഡ് ഫുഡുകൾ കൊടുക്കുന്നു, ആ ശരീരത്തിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നു. കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കും. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും പോയിസണസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചത് സംഭവിക്കും, മരിച്ചു പോകും. ഇതേപോലെ തന്നെ ആത്മീയ വിഷയങ്ങളും. അതേപോലെ അടുത്തൊരു ഘടകമാണ് മനുഷ്യാത്മാവ് എന്ന് പറയുന്നത്. മനുഷ്യാത്മാവിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ജീവനുള്ള ദൈവമാണ്. ഇതാണ് കോരപുത്രന്മാർ 42-ാം സംഖ്യത്തിൽ പറയുന്നത്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു. അത് ക്രിസ്തു മാത്രമാണ്. ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ്റെ ഹ്യൂമൻ സ്പിരിറ്റ് ജീവിക്കണമോ, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു അവൻ്റെ ഹ്യൂമൻ സ്പിരിറ്റിൽ വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അത് സമ്പാദിച്ചാൽ ഈ ശരീരത്തിൽ വേർപ്പെടുന്നതിന് മുമ്പ് ഭാരപ്പെടേണ്ടി വരികയില്ല. ശരീരത്തിൻ്റെ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ വേണമെങ്കിൽ മോഷ്ടിച്ചാൽ പോലും അല്ലെങ്കിൽ ബെഗ് ചെയ്താലും ഭക്ഷണം നേടാൻ നോക്കും. ശരീരത്തിന് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിൻ്റെ ഡിമാൻഡാണ് ഭക്ഷണം. ബെഗ് ചെയ്താണെങ്കിലും അല്ലെങ്കിൽ മോഷ്ടിച്ചാണെങ്കിലും ആ ശരീരത്തിൻ്റെ ഡിമാൻഡ് പൂർത്തീകരിക്കും. അതേപോലെ നോളജ്, ആവശ്യമായ നോളജ് അറിയില്ല, കിട്ടുന്നില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അവിടെ സെർച്ച് ചെയ്യും, ഇവിടെ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ റിസർച്ച് ചെയ്താൽ കണ്ടുപിടിക്കും. അത് ദൈവം വെച്ചിരിക്കുന്ന പ്രിൻസിപ്പിളാണ്. അതേപോലെ ഹ്യൂമൻ സ്പിരിറ്റിന് ദൈവം വെച്ചിരിക്കുന്ന പ്രിൻസിപ്പിളാണ്, എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാക്ഷിക്കുന്നു. അതാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. അതാണ് മന്ന എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ ആഹാരം ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവാണ്. അതിനെ പ്രോപ്പർ രീതിയിൽ ഭക്ഷിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഗ്രോത്ത് ഉണ്ടാവും. വിശ്വാസത്തോട് വീര്യത്തോട്, പരിജ്ഞാനത്തോട്, ഇന്ദ്രിയത്തോട്, സ്ഥിരതയോട് ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹം. അത്രയും ഉണ്ടായി വർദ്ധിച്ചാൽ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ നാം പിന്മാറിപ്പോകുകയില്ല, തളരുകയില്ല. അപ്പോൾ ഈ പെർസീവറൻസ് എന്നുള്ള സബ്ജക്റ്റ് അധികം ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കുവാനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇത്ര ദിവസങ്ങളിൽ കൂടെ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ശോധന ചെയ്യാൻ സാധിക്കും. എനിക്ക് സ്ഥിരതയുണ്ടോ, എൻഡ്യൂറൻസ് ഉണ്ടോ, അടുത്തത് സഹോദരപ്രീതി ഉണ്ടോ. സഹോദരപ്രീതി ഉണ്ടെങ്കിൽ പിന്നെ പെന്തിക്കോസ്ത് കൊടുത്ത ഇലക്ഷൻ്റെ ആവശ്യം വരില്ല. ഇതിൻ്റെ ഫൈനൽ ഔട്ട്കമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ആരെ സ്നേഹിക്കുന്നുവോ അവന് എന്താണ് ബെനിഫിറ്റ് അത് ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കാൻ ഏത് വിധത്തിലുള്ള ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഈവൻ അപ് ടു ഡെത്ത് അത് ചെയ്യാൻ തയ്യാറുള്ളതാണ് ദൈവസ്നേഹം എന്ന് പറഞ്ഞത്. അതാണ് ക്രൂശിൽ പ്രദർശിപ്പിച്ചത്. മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായി തീർന്ന തൻ്റെ സൃഷ്ടികളെ ദൈവത്തോട് നിരപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ, നിയമദാതാവായവൻ തന്നെ മനുഷ്യനെ പോലെ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി മനുഷ്യരായി വെളിപ്പെട്ട് മനുഷ്യനായിട്ട് ജീവിച്ച് പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായി, ഹല്ലേലൂയ, ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായിട്ട്
ഒരു അറ്റോൺമെൻ്റായി തീർന്നു. കോടിക്കണക്കിന് വരുന്ന മാനവജാതി യുഗായുഗങ്ങൾ നരകത്തിൽ വെന്തെരിയതിനേക്കാളും എന്നേക്കുമായിട്ട് കൈവിട്ടു പോകുന്നതിനേക്കാളും തൻ്റെ പുത്രൻ അല്പസമയം കൈവിട്ടു പോകുന്നത് നല്ലതെന്ന് കണ്ടതാണ് ആ സ്നേഹമെന്ന് പറയുന്നത്. അതിനുവേണ്ടി നൽകിയതാര സ്വന്തം പുത്രനെ. അതാണ് ഇപ്പോൾ സ്വന്തം പുത്രനെ ആദരിയാതെ നൽകിയവൻ. ഹല്ലേലൂയ. ഇന്നതെല്ലാം എടുത്ത് ജഡത്തിന്, ശരീരത്തിന്, പുറമേയുള്ള മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ തുടങ്ങി. അതാണ് വേറൊരു യാഗപീഠം. ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസ് മുമ്പ് പറഞ്ഞിരുന്നു, ഇസ്രായേൽ യെരൂശലേമിൽ ഒരു യാഗപീഠം ഉള്ളപ്പോഴാണ് യോർദാൻ നദിക്ക് ഇക്കരെ വേറൊരു യാഗപീഠം. ഗാദും മനുഷ്യയുടെ പാതിഗോത്രവും റൂബേനും അവർ സഹോദരന്മാരുടെ കൂടെ പോയി ദേശങ്ങളെല്ലാം പിടിച്ച ശേഷം തിരിച്ചു വന്ന് ഒരു യാഗപീഠം പണിയാൻ നോക്കിയപ്പോൾ ഇസ്രായേലെല്ലാം മറ്റെല്ലാവരും കൂടെ അതിക്രോധത്തോടു കൂടെ നിന്ന്. കാരണം ഒരേ ഒരു യാഗപീഠമുള്ളൂ ഇസ്രായേലിന്, ഒരേ ഒരു യാഗപീഠം. അതാണ് ക്രൂശിക്കപ്പെട്ടാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. മറ്റേതൊരു വിധത്തിൽ യാഗപീഠം പണിയാൻ നോക്കിയോ അവിടെ ദൈവക്രോധമേ ഉള്ളൂ. മറ്റേതൊരു വിധത്തിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ നോക്കിയോ അവിടെ ദൈവക്രോധമേ ഉള്ളൂ. കാരണം ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തിയ ക്രിസ്തു ആ ഒരു യാഗപീഠം മാത്രമേയാണ്. അതാണ് ക്രിസ്തു, അതാണ് ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതല്ലാതെ ഏതു മതമോ ഡിനോമിനേഷൻ സ്ഥാപിക്കാൻ ദൈവവചനത്തെ കോട്ട് ചെയ്ത് അനേക വാക്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അവിടെ ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരാത്തോടത്തോളം ആ വ്യക്തിയുടെ മേൽ, ആ ഡിനോമിനേഷൻ്റെ മേൽ ദൈവക്രോധമേ വസിക്കുകയുള്ളൂ. ദൈവത്തിന് കരുണ കാണിക്കാൻ സാധ്യമല്ല. ഡിവൈൻ ജസ്റ്റിസിനെ മാറ്റി നിർത്തിക്കൊണ്ട്, ദൈവനീതിയെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യനോട് കരുണ കാണിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ദീർഘക്ഷമയിൽ അവസരങ്ങൾക്ക് പുറകെ അവസരങ്ങൾ തരാം ഈ ശരീരത്തിൽ നിന്ന് വേർപ്പെടുമ്പോഴും. അതിനുശേഷം ഒരു പ്രക്രിയകൾ കൊണ്ടും ഒരു കൂതാശകൾ കൊണ്ടും ഒരു സോളിനെ രക്ഷിക്കാൻ സാധ്യമല്ല. ഇത് നല്ലവണ്ണം ഉറയ്ക്കുക. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നിത്യമായ ദൈവം സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവം. കർത്താവ് നിന്റെ കൃപയെ ഞങ്ങളെ താങ്ങി വീഴാതെ വേണം ഞങ്ങളെ സൂക്ഷിച്ച് നിന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ നീ ശക്തനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം.